ഹലോ ഗൈസ്, ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കുറേ നാളായിട്ട് ചോദിച്ചിരുന്ന വീഡിയോ ആയിരുന്നു. വാട്സപ്പ് വഴിയും അല്ലാതെ യൂട്യൂബിൻ്റെ അടി കമൻറ്റ് വഴിയും എല്ലാവരും ചോദിച്ചൊരു വീഡിയോ ആണ് ഹൗ ടു മേക്ക് എ ലിവറി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു അബ്സ്ട്രാക്റ്റ് ഒരു കാർ റാപ്പ് ഗ്രാഫിക്സ് വെച്ച് എങ്ങനെ ഒരു കൺസെപ്റ്റ് ലിവർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ പിക്സാർട്ടിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തു. പ്ലെയിൻ ലിവറുടെ ലിങ്കെല്ലാം ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. എല്ലാ സംഭവത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തു. കണ്ടില്ലേ, ഇതാണ് പിക്സാർട്ട് ഓപ്പൺ. പിക്സാർട്ട് എല്ലാവരും മിക്കവാറും യൂസ് ചെയ്യുന്ന സാധനമായിരിക്കുമല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ എന്തായാലും ചെറുതായിട്ടൊക്കെ പരിചയപ്പെടുത്തും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇതൊരു ആദ്യം വേണ്ടത് ഒരു ഗ്രാഫിക്സാണ്. ഞാൻ ഈ ചെയ്യുന്ന പോലെ എല്ലാവരും സെർച്ച് ചെയ്യുക ഗൂഗിളിൽ കാർ റാപ്പിംഗ് ഗ്രാഫിക്സ് എന്ന്. അപ്പം ഈ കാറിന് റാപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഗ്രാഫിക്സ് വരും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇത് നേരെ സെർച്ച് ചെയ്ത് വന്നു. ഇമേജസ് കയറി ഒക്കെ ഇതുണ്ടല്ലേ, ഇമേജസ് കയറി ഒരുപാട് ഇമേജസ് വരുന്നുണ്ട് അവിടെ. ഞാനിപ്പം ഈ റോസ് കളറുള്ള ആ ഒരു ബ്ലാക്കിലും പിങ്ക് കളറുള്ള ആ ഇമേജാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ആ ഗ്രാഫിക്സിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്ന് വരും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ഡൗൺലോഡായി. നമ്മൾ ബാക്കിൽ പോവുക തിരിച്ച്. തിരിച്ച് പോയിട്ട് അവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഗ്രാഫിക്സ് കിടപ്പുണ്ട്, അത് ആഡ് ചെയ്യുക. പിന്നെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടൊന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുന്ന ഇമേജ് ആ ടൂളോടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലേ, ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോപ്പ് കണ്ടില്ലേ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ക്രോപ്പ് ചെയ്തെടുക്കാം. നമ്മളത് ഈ രീതിയിൽ ഗ്രാഫിക്സ് മാത്രമായിട്ട്, എന്ന് വെച്ചാൽ കാറിൻ്റെ ഇതില്ലാതെ ഗ്രാഫിക്സ് മാത്രമായിട്ടൊന്ന് ക്രോപ്പ് ചെയ്യുക. ഓക്കെ അടിക്കുക. എന്നിട്ട് ഒന്ന് വലിച്ചു നീട്ടാനുള്ള ഓപ്ഷനും നീളം കൂട്ടാനും വീതി കുറയ്ക്കാനും എല്ലാ ഓപ്ഷൻ ഉണ്ട് അവിടെ. നമ്മളൊരു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അഡ്ജസ്റ്റ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് കൂട്ടി കൊടുക്കുക. അത് കളറിൻ്റെ ഒരു തീവ്രത കൂടാൻ വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞ് കോൺസ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ മേളിൽ, അതും ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. അതൊരു ബ്ലാക്ക് ഡാർക്ക്നെസ് ഒന്ന് കൂടും, ഒരു ബ്ലാക്ക് കളർ കൂടാൻ വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടില്ല ബസ്സിൻ്റെ ആ ജെറ്റ് ബസ്സിൻ്റെ ഒരു സൈഡാണ്. ഓക്കെ, അതൊന്ന് ആ സൈഡ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതി ആദ്യം ഗ്രാഫിക്സ് ഒന്ന് സൂം ചെയ്ത് വെക്കുക. കണ്ടില്ല, ഇപ്പം ആ സൈഡ് ഭാഗം മുഴുവൻ കവറായി. ഇനി അടിയിലോട്ട് പോകുമ്പോൾ അവിടെ കണ്ടില്ല ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ ബ്ലെൻഡ്, ആ ബ്ലെൻഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, ആ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രം ഗ്രാഫിക്സ് ഒന്നും വരില്ല. കണ്ടില്ലേ, ആ ടയറിൻ്റെ ആർച്ചിൻ്റെ ആ വഴിയും പിന്നെ വിൻഡോയും അവിടെ ഒന്നും ഗ്രാഫിക്സ് വഴിയില്ല. എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്തൊന്നും വരില്ല. കണ്ടില്ലേ, അതുപോലെ ഇനി നമുക്ക് ഇതേ ഗ്രാഫിക്സ് അപ്പുറത്തെ സൈഡിലും വെക്കാം. അതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. കണ്ടില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ചെയ്യുകയാണ് ഇത് തന്നെ. ആ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ അതേ ഗ്രാഫിക്സ് വീണ്ടും വന്നു. ഇത് നമ്മൾ ആ സൈഡിൽ കൊണ്ടുവെക്കുക. കണ്ടില്ലേ, നമ്മളിപ്പോൾ ചെയ്തത് ലെഫ്റ്റ് സൈഡില്ല, ഇനിയിപ്പോൾ അടുത്ത് റൈറ്റ് സൈഡ് ചെയ്യാൻ പോവുക. കണ്ടില്ലേ, എന്ന് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രാഫിക്സ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്, അത് നമുക്ക് ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായി. ഉണ്ട്, ഇതുപോലെ വേണം സൈഡ് ഗ്രാഫിക്സ് വരാൻ. ഇതാണ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലെയും ഗ്രാഫിക്സ് സെറ്റായി. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ചെയ്യണം. നമ്മൾ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അതൊന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുമ്പം ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, കാരണം അപ്പോൾ ഒരു ഫ്രണ്ട് കാണാനൊരു ബോറാവും. അതുകൊണ്ട് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, റിയൽ ബസ്സിന് സമാനമായ രീതിയിൽ ചിലപ്പം റിയൽ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുപോലെ ഒന്ന് നമ്മൾ ഒരു ടൂളെടുത്ത് അല്ല ഒരു രീതിയിൽ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വീണ്ടും ഇതുണ്ടല്ലേ, ആ 4 സൈഡിൽ ഓരോ ഡോട്ടുണ്ട്, അത് പിടിച്ച് അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നീട്ടി ഹാഫ് സൈഡ് മാത്രം, ഒരു ഹാഫ് മാത്രം നമ്മളിപ്പോൾ ചെയ്തത്. അതേ ഹാഫ് എടുത്ത് ലെഫ്റ്റ് സൈഡിലും വെക്കാൻ പോകും നമ്മൾ. കണ്ടില്ലേ, നമ്മളാദ്യം ആ ഹാഫിൽ ഫുള്ളായിട്ട് ഇരിക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതി സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതേ സാധനം തന്നെ എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എന്ന് വെച്ചാൽ ഇതേ സംഭവം നമുക്ക് ലെഫ്റ്റ് സൈഡിലും വേണം. അതിന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് സൈഡ് ചെയ്ത പോലെ തന്നെ അതെടുത്ത് കണ്ടില്ലേ, ഇതേ പൊസിഷനിൽ വെക്കുക. എന്നിട്ട് ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല താഴെ, അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ കണ്ടില്ലേ, ഇപ്പോൾ രണ്ടും ആ ഫ്രണ്ടിലൊരു ഡിസൈനും കൂടെ വന്നു. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ ആ ഹാഫ് ചെയ്ത് തന്നെ എടുത്ത് നേരെ ലെഫ്റ്റിലോട്ട് വിട്ടു. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു കാര്യം കാണിച്ചതാണ്. അല്ല ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്യാവുന്നവരുണ്ടല്ലോ,
ഒക്കെ കവർ ചെയ്തായ രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് സൈഡ് വേണം. അതൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അതൊന്ന് ക്രോപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ മുമ്പത്തെ പോലെ അല്ല, ഇത് വേറൊരു രീതിയിലോട്ടൊന്ന് ക്രോപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സൈഡ് എടുത്ത് ഓക്കെ അടിക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൻ്റെ അവിടെ കൊണ്ട് വെക്കുക. നമുക്ക് നീളം കൂട്ടണം, ഇവിടെ നീളം കൂടുതലല്ലേ. ഓക്കെ, നമുക്ക് ഒരു എഡ്ജിൽ നിന്ന് പൊക്കിയേക്കാം. ഇതുപോലെ ഇതും മുമ്പേ ചെയ്തതുപോലെ ഒരു സൈഡ് ഹാഫ് എടുത്തിട്ട് അതേ ഹാഫ് തന്നെ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലും വെക്കാൻ പോകും. കണ്ടില്ല? അപ്പോൾ ഇങ്ങനെ ഞാൻ ലെഫ്റ്റ് സൈഡ് വെച്ചു, എടുത്ത് റൈറ്റ് വെക്കണം. അതേ സംഭവം എടുത്ത് റൈറ്റ് സൈഡിൽ ഞാൻ വെച്ചു. എന്നിട്ട് ഫ്ലിപ്പ് റൊട്ടേറ്റ് നേരെ കണ്ടില്ല ഇതുപോലെ ലെഫ്റ്റിലോട്ടാക്കി, കറക്റ്റായി. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും സൈഡും ബാക്കും ചെയ്തു. ഇനി നമുക്ക് വണ്ടിയുടെ ടോപ്പ് സൈഡ് ചെയ്യേണ്ട. ടോപ്പ് സൈഡ് നമ്മൾ ചെയ്യേണ്ടത്. ടോപ്പ് സൈഡും വേണം, ഫ്രണ്ടിലത്തെ മിറർ എന്ന് വെച്ചാൽ കൊമ്പും അവിടെ കളർ ചെയ്യണം. അത് രണ്ടും അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ലെഫ്റ്റ് മേളിൽ ടിക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജസ് എല്ലാം സെറ്റ് ആവും. എന്ന് വെച്ചാൽ നമുക്ക് ഇനി ക്ലിക്ക് ചെയ്താലൊന്നും മാറില്ല. നമ്മളിതിൻ്റെ കണ്ടില്ലേ, ഇനി നമ്മൾ ആ ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്താലൊന്നും അത് അനങ്ങില്ല, സെറ്റായി. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്തത് നമുക്ക് ഒരു ബ്ലാക്ക് ഇമേജ് വേണം, ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ആയാലും മതി. എന്തിനാണെന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, ഈ ടോപ്പ് സൈഡ് നമുക്ക് ബ്ലാക്ക് ആക്കണം, വണ്ടിയുടെ ഏറ്റവും മേളത്തെ ഭാഗം. അതുകൊണ്ട് നമ്മൾ ഒരു ബ്ലാക്ക് ഇമേജ്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഇമേജ് എടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കണ്ടില്ല, വണ്ടിയുടെ ഒരു ടോപ്പ് സൈഡ് എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് രണ്ട് നമുക്ക് ബ്ലാക്ക് ആക്കണം, വണ്ടിയുടെ ടോപ്പ് ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് ആ വൈറ്റ് കളർ വരുന്ന സ്ഥലത്ത് ഈ ബ്ലാക്ക് ഇമേജ് വെക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. മനസ്സിലായോ? ഞാൻ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ആ വിൻഡോയുടെ മേളിലോട്ടും കുറച്ച് ഗ്രാഫിക്സ് വന്നിട്ടുണ്ടല്ലോ, അതിനൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഇതുണ്ട് ഇതുപോലെ. ഇനി അതേ ബ്ലാക്ക് ഇമേജ് നമുക്ക് മുമ്പേ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എടുക്കുക. എന്നിട്ട് അതേ എടുത്ത് അപ്പുറത്തെ സൈഡിലും വെക്കുക. ഇപ്പോൾ രണ്ട് സൈഡിലുമായി കണ്ടില്ലേ. നമ്മൾ ആ വൈറ്റ് ഒന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ അടിച്ചുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വരില്ല, അല്ലാത്ത വൈറ്റ് കളറുള്ള സ്ഥലങ്ങളിലേ വരുള്ളൂ. വൈറ്റ് മാത്രമല്ല, ട്രാൻസ്പെറൻ്റ് അല്ലാത്ത എല്ലാ സ്ഥലവും ബ്ലാക്ക് കളർ വരും. ഇനി നമുക്ക് അതേ ഇമേജ് ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഫ്രണ്ട് കണ്ടില്ലേ വൈറ്റ്, അത് അവിടെയും വെക്കണം. ആ ഫ്രണ്ട് ഗ്ലാസ് തുടങ്ങുന്ന ഭാഗം ആ വൈറ്റ് ആയിട്ടിരിക്കുന്നത് അവിടെ നമുക്ക് വെക്കണം. ഒന്ന് ചെറുതാക്കി എടുക്കുക, നീളം കൂടുതലല്ലേ. എന്നിട്ട് ഇതുപോലെ ആ 4 സൈഡിലും 4 പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് പിടിച്ച് വലിച്ചാൽ മതി നീളാനൊക്കെ. നീളം കൂട്ടാനും നീളം കുറയ്ക്കാനും വീതി കൂട്ടാനും ഒക്കെ ആ 4 പോയിൻ്റാണ്. നിങ്ങളുടെ ഫോണിൻ്റെ പ്രൊസസ്സർ അനുസരിച്ചൊക്കെ ഈ ആപ്പ് സ്മൂത്ത് ആകും കേട്ടോ. ചിലവരുടെ ആദ്യം ഉപയോഗിച്ച ഫോണിലൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു, പിന്നെ ഈ ഫോണിൽ സ്മൂത്താണ് പിക്സാർട്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ 2 കൊമ്പിൻ്റെ ഭാഗം അത് കൊമ്പിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെ നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുക. ഉണ്ടല്ലേ, അത് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, നമ്മൾ ഏകദേശം എല്ലാം സെറ്റായി. ഇനി ഒന്ന് ടിക്ക് കൊടുക്കുക. ലെഫ്റ്റ് ടോപ്പിൽ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ചെയ്ത ബ്ലാക്ക് ഇമേജ് എല്ലാം അവിടെ സെറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കളർ ചെയ്യണം. എന്ന് വെച്ചാൽ കൊമ്പിൻ്റെ നീണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ കൊമ്പ് ബോഡിയിൽ നിന്ന് നീണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് ഒന്ന് കളർ ചെയ്യണം. അതിന് ബോഡിയിലുള്ള ഒരു കളർ തന്നെ ഇല്ല നല്ലത്. അതുകൊണ്ട് ഈ വണ്ടിയുടെ ഈ പിങ്ക് കളർ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ബ്രഷ് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ആ കളർ ഇപ്പോൾ എന്ന് വെച്ചാൽ ആ ബ്രഷിൽ ഇപ്പോൾ ആ കളറായി. ഇനി നമ്മളിത് ഈ വൈറ്റ് പാർട്ടിൽ ആ കളറൊന്ന് പെയിൻറ്റ് കായ് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ്, അല്ലെങ്കിൽ ഇതേ ഇമേജ് കിട്ടിയാണ് ഇതെന്ന് വെച്ചാൽ ഈ പിങ്ക് കളർ ഇമേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ കളർ ചെയ്യാം നമുക്ക്. ഓക്കെ, കണ്ടില്ലേ, ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഏകദേശം എല്ലാം സെറ്റായി. നമുക്കിത് ഇതുണ്ടല്ലേ, മിററിൻ്റെ ആ ബോർഡർ എന്ന് വെച്ചാൽ റിയർ മിററിൻ്റെ ബോർഡർ ഉണ്ടല്ലോ, മിറർ ഇരിക്കുന്നത് അവിടെയും കൂടെ കളർ ചെയ്യുക. അപ്പോൾ അവിടെയും ഇതേ ഒരു കളർ ഫുൾ ബ്ലാക്ക് ആയിട്ടിരിക്കുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി. എന്നിട്ട് ലെഫ്റ്റ് മേളിൽ ആ ടിക്ക് കൊടുക്കുക. കണ്ടില്ലേ, സംഭവം നമ്മുടെ ലിവറിയുടെ ഏകദേശം എല്ലാം റെഡിയായി. ഇത് ഫസ്റ്റ് പാർട്ടാട്ടോ, നമ്മുടെ ലിവറി മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. സെക്കൻഡ് പാർട്ട് ഉടനെ വരും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് കർട്ടൻ ചെയ്യാനും ഫ്രണ്ടിലത്തെ കാര്യങ്ങളും ഫ്രണ്ട് കവളും എല്ലാം റെഡിയാക്കുന്ന വീഡിയോ വരുന്നുണ്ട്.